കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി വാഹനങ്ങൾ ഓടിയ ടാക്സി ഡ്രൈവർമാർക്ക് പണം നൽകിയില്ലെന്ന് പരാതി. മലപ്പുറത്ത് നിരവധി ടാക്സി ഡ്രൈവർമാർക്കാണ് വാടക കിട്ടാത്തത്. 1 ലക്ഷത്തിലധികം രൂപ വരെ കിട്ടാനുള്ളവരുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4 മാസം പിന്നിട്ടിട്ടും റവന്യൂ വകുപ്പിനും പോലീസിനും വേണ്ടിയുമെല്ലാം ഓടിയ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കാണ് പണം ലഭിക്കാത്തത്. ഇതുമായി ബന്ധപ്പെട്ട് പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ഡ്രൈവർമാർ പറയുന്നത്. നമ്മൾ ഉദ്യോഗസ്ഥ തലത്തിൽ മന്ത്രിമാർക്ക്, അതുപോലെ തന്നെ കലക്ടർക്ക്, തഹസിൽദാർക്കൊക്കെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുക്കുമ്പോൾ ഫണ്ടില്ല എന്നുള്ളൊരു പദ്ധതിയാണ് വരുന്നത്. അവർ പറയുന്ന മുറയ്ക്ക് നമ്മൾ ആവശ്യാനുസരണം വണ്ടികൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് ഞങ്ങളോട് പറയുന്നത് ഫണ്ടുകളൊക്കെ റെഡിയാണ്, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഫണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണെന്നാണ് പറയുന്നത്. പക്ഷേ 4 മാസം പിന്നിട്ടിട്ടും പല ആളുകൾക്കും വാഹനങ്ങൾ ഫണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. പോലീസിനായി ഓടിയ വാഹനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ തുക ലഭിക്കാനുള്ളത്. ഞാൻ 17 ദിവസം രാവും പകലും ഓടിയതാണ്. രാത്രി 1:30 മണി 2 മണിയോ കഴിച്ചില്ലാണെങ്കിൽ രാവിലെ 8 മണിക്ക് പോയാൽ കർണാടക പോലീസിൻ്റെ ഓട്ടോ ഓടിക്കുന്നത്. അപ്പോൾ അവർ രാത്രി 10 രാവുകളോളം ഓടും. എന്നിട്ട് 17 ദിവസം ഓടിക്കണം. 1 ലക്ഷത്തി ചില്ലാൻ ഉറപ്പ് കിട്ടുന്നുണ്ട്. അതിൽ ഡീസലിൻ്റെ പൈസ തന്നിട്ടില്ല. 50,000 റുപ്യക്ക് ഡീസൽ അടിച്ചു കൊടുക്കും. ഡീസൽ അടിക്കണം. ഇന്നോവയാണ് എൻ്റെ വണ്ടി. അപ്പോൾ അതൊക്കെ കയ്യിൽ നിന്ന് കടം വാങ്ങിയെടുത്തതാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കിട്ടുമ്പോൾ പറഞ്ഞ പോലെ ഫണ്ടില്ല, കിട്ടും, അതാ പറയണം. പണം ഉടൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കടം വാങ്ങിയുമെല്ലാമാണ് പലരും ഡീസൽ അടിച്ചത്. എന്നാൽ പണം ലഭിക്കാതെ വന്നതോടെ ദുരിതത്തിലാണ് ടാക്സി ഡ്രൈവർമാർ. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ലഭിക്കാനുള്ള പണം മുഴുവൻ ലഭ്യമാക്കണമെന്നാണ് ടാക്സി ഡ്രൈവർമാരുടെ ആവശ്യം. മീഡിയ 1 മലപ്പുറം.